യേശുക്രിസ്തുവില്ലാത്ത സകല മനുഷ്യരും നിത്യമായ രണ്ടാം മരണമായി തീപ്പൊയ്യിൽ എത്താൻ പോകുന്നു എന്നുള്ള സത്യസന്ദേശമാണ് നിങ്ങളുടെ കാതുകളിൽ സമയം ഒഴുകി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം മനുഷ്യൻ ഓടുന്ന ഓട്ടം രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിലാണ്. എവിടെയാണ് രക്ഷപ്പെടുക, ഏത് രാജ്യത്ത് പോയാലാണ് രക്ഷപ്പെടുന്നുള്ള ചിന്തയിൽ മനുഷ്യൻ ഓരോ പ്രവൃത്തി ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ രക്ഷ പ്രാപിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള തിരിച്ചറിവ് മനുഷ്യനുണ്ടാകുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസിനോടും ശീലാസിനോടും കാലമൃഗപരമായി ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള തിരുവചനമാണ് തന്റെ ദാസന്മാരോട് നിന്ന് വിളിച്ചു പറഞ്ഞത്. അതേ വചനമാണ് ഞങ്ങളും ഈ ദേശത്തിൽ വിളിച്ചു പറയുന്നത്. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ളത്. അപ്പൊ നിത്യമായ ഒരു രക്ഷ നമുക്കുണ്ട്. അതിനാണ് ഒരിക്കലും യേശു എന്ന് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട്. ആ ജീവനിലേക്കാണ് നാം കടന്നു പോകേണ്ടത്. ആ ജീവനിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിന്റെ മോചനം പ്രാപിക്കണം. മനുഷ്യൻ പാപിയാണെന്ന് എല്ലാ മനുഷ്യരും അറിയാം. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ പാപിയാണെന്നുള്ളത്. അതുകൊണ്ടാണ് പാപത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി മനുഷ്യൻ ഏറ്റവും അധികമായി പണം കൊടുക്കുന്നതാണ്. അനാഥാലയങ്ങൾ ആഹാരം കൊടുക്കുമ്പോൾ, പാവപ്പെട്ട ആളുകൾക്ക് അന്നദാനം കൊടുക്കുമ്പോൾ തന്റെ പാപത്തെ മുഴുവൻ മാറ്റാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പാപത്തെ മാറ്റുവാൻ ഇന്നലെ ഏക മാർഗം അത് യേശുക്രിസ്തു എന്ന മാർഗത്തിൽ മാത്രമാണ്. അത് യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപപ്പെട്ടു നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തം കഴുകിപ്പെടാത്ത ഒരു മനുഷ്യനെ പാപത്തെയോ പാപ സ്വഭാവത്തെയോ മാറ്റുവാൻ കഴിയുന്നില്ല. ഞങ്ങളുടെയൊക്കെ ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പച്ചക്കുഴിയിലായിരുന്ന ജീവിതമായിരുന്നു. മദ്യത്തിന് മയക്കുമരുന്നിനെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്തും ഞങ്ങൾ വലിക്കുന്ന കഞ്ചാവിനകത്തും സന്തോഷം കണ്ടെത്തിയ ജീവിതമായിരുന്നു. ആരെയും അനുസരിക്കാതെ ആരെയും വകവെക്കാതെ ജീവിച്ച ജീവിതമായിരുന്നു. ഞങ്ങളെ തേടിയൊരു സുവിശേഷമാണ്, ഞങ്ങളെ രൂപാന്തരപ്പെടുന്ന സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങളിലും വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തരും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാം